1.25 ലക്ഷത്തോളം അടച്ചായിരുന്നു. അപ്പം വിസ അടിച്ചതിന് ശേഷം പുള്ളിയെ കയറ്റിഞ്ഞ് വിട്ട് പിന്നെ അടയ്ക്കാൻ നമ്മളെ കൊണ്ട് നിവർത്തിയില്ല. എൻ്റെ ഭർത്താവ് ഒരു ചായക്കടയിൽ നിൽക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ആ അവസ്ഥയിലായിരിക്കണം. മകളുടെ വിവാഹത്തിനായി വീടും വസ്തുവും പണയപ്പെടുത്തിയ വീട്ടമ്മ കുടിശ്ശിക 40 ലക്ഷത്തോളം രൂപയായതോടെ മറ്റൊരു വഴിയും കാണാനാകാതെ വീടും വസ്തുവും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഭർത്താവിന് ഗൾഫിലെ ജോലി നഷ്ടമായതാണ് ഇവർക്ക് വൻ തിരിച്ചടിയായത്. തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലത്ത് കുടവൂർ എന്ന സ്ഥലത്താണ് നദീറ ബീവി എന്ന വീട്ടമ്മ നിത്യവൃത്തിക്ക് പോലും പണമില്ലാതായതോടെ സ്വന്തം വീടും വസ്തുവും വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 40 ലക്ഷം രൂപ കുടിശ്ശിക അടച്ചു തീർക്കാനുള്ള കഴിവില്ലാത്ത സാഹചര്യമാണ് നിലവിൽ. ജോലി നഷ്ടമായി തിരിച്ചെത്തിയ ഭർത്താവ് ചായക്കടയിൽ ദിവസക്കൂലിക്ക് പോയി കുടുംബം പുലർത്താൻ ശ്രമിക്കുകയാണ്. വീടും സ്ഥലവും വിൽപ്പനയ്ക്കായി വെച്ചെങ്കിലും ലോണുള്ള സ്ഥലമായതിനാൽ എല്ലാവരും കുറഞ്ഞ വിലയാണ് വീടിനും സ്ഥലത്തിനും പറയുന്നത്. എന്നാൽ ലോൺ പോലും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ചെറിയ തുകയ്ക്ക് വീട് വിൽക്കാനും ഇവർക്ക് കഴിയുന്നില്ല. അസ്സലാമലൈക്കും. എൻ്റെ പേര് നദീറ ബീവി. ഞാൻ കല്ലമ്പലം കുടവൂർ സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്കിപ്പോൾ എൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീടും പെരയോടും ലോൺ വയ്ക്കേണ്ടി വന്നു. ഇപ്പം ജപ്തി ചെയ്തിരിക്കുകയാണ്. 40 ലക്ഷത്തിൽ കൂടുതലായി കിടക്കുന്ന ഞങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ല ഇത് അടച്ചു തീർക്കാനായിട്ട്. എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന സമയത്ത് 1.25 ലക്ഷത്തോളം അടച്ചായിരുന്നു. അപ്പം വിസ അടിച്ചതിന് ശേഷം പുള്ളിയെ കയറ്റിഞ്ഞ് വിട്ട് പിന്നെ അടയ്ക്കാൻ നമ്മളെ കൊണ്ട് നിവർത്തിയില്ല. എൻ്റെ ഭർത്താവ് ഒരു ചായക്കടയിൽ നിൽക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ആ അവസ്ഥയിലായിരിക്കണം. മകളുടെ കല്യാണാവശ്യത്തിനായി 12.5 ലക്ഷം രൂപയാണ് ലോൺ എടുത്തിരുന്നത്. പലിശയും ചേർത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് ബാധ്യതയായത്. 1500 രൂപ കൂപ്പൺ വഴിയാണ് വീടും സ്ഥലവും വിൽക്കാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. സുമനസുകൾ ഒരു കൂപ്പൺ എടുത്ത് സഹായിക്കണമെന്ന് ഈ വീട്ടമ്മ ആവശ്യപ്പെടുന്നു. നറുക്കെടുപ്പിലൂടെയാണ് വീടും സ്ഥലവും ലഭിക്കുക. കൂപ്പൺ എടുത്തില്ലെങ്കിലും തന്റെ ദുരവസ്ഥ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് സഹായിക്കണമെന്നും നദീറ ബീവി അഭ്യർത്ഥിക്കുന്നു. സത്യത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ കരഞ്ഞത് തന്നെ. കാരണം ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ വിളിച്ച് കല്ലമ്പലം സാധാരണ ബാങ്കിൽ വെച്ചിരിക്കുന്നത് ഒരുപാട് പേര് 12.5 എടുത്തതാണ്. ഇപ്പോൾ 40 ലക്ഷത്തോളമായി കിടക്കുന്നു. വേറെ ഒരു മാർഗവുമില്ല, സഹായിക്കാനൊന്നും ആരുമില്ല. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. ഞങ്ങളെ കൊണ്ട് ഒക്കാത്തോണ്ട് ഇപ്പോൾ ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എല്ലാം അറിയത്തില്ല, വന്ന് നോക്കി ആൾക്കാർ പോവും, പോവാം എടുക്കാമെന്നും പറഞ്ഞ് പോവും. പിന്നീട് അവർ വിളിക്കത്തുമില്ല, ഒന്നും പറയുന്നുമില്ല. 18 സെന്റ് വീട്. എല്ലാ സൗകര്യവും ഉണ്ട്. അടുത്ത് മദ്രസ ഉണ്ട്, സ്കൂളുണ്ട്, എല്ലാത്തിനും സൗകര്യമുള്ള സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇത് കൊടുക്കണമെന്ന് ഒട്ടും ആഗ്രഹം ഇല്ല. പക്ഷേ ഞങ്ങളെ ഗതികോട് കണ്ട് കൊടുക്കുന്നതാണ്. ഞങ്ങളെ മുമ്പിൽ വേറെ ഒരു വഴിയില്ല. ഇത് മാത്രമാണ് അവസാന ശ്രമം. 3 ബെഡ്റൂം, ഒരു ഹാള്, കിച്ചൺ, സ്റ്റോറ്, ബാത്റൂം, വർക്ക് ഏരിയ, കാർ ഷെഡ്, റൂഫൊക്കെ അടിച്ചിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളുണ്ട്. തറയെല്ലാം മാർബിളാണ്. അടുക്കളയൊക്കെ ഗ്രാനൈറ്റ്, കബോർഡെല്ലാം ഇട്ടിട്ടുണ്ട്. ഇല്ല, ഒരിക്കലും കൊടുക്കാൻ ഉദ്ദേശമില്ല. കാരണം ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. ഇത്രയും അടുത്ത് സ്കൂളും മദ്രസയൊക്കെ ഉണ്ട്. എല്ലാത്തിനും സൗകര്യമുള്ള സ്ഥലം. ഒരു കള്ളർ ശല്യം അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒട്ടും ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് താല്പര്യമുള്ള ഇതല്ല. പക്ഷേ ഇപ്പം ഞങ്ങളെ ഗതികേട് ഇതായിപ്പോയി, അതുകൊണ്ട് കൊടുക്കുന്നതാണ്. സഹായിക്കണം. ഈ കൂപ്പൺ എടുത്ത്
എല്ലാവരും 1500 രൂപയാണ് ഒരു കൂപ്പൺ. ഈ കൂപ്പൺ എടുത്ത് എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം. കൂപ്പൺ എടുക്കാത്തവർ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് എനിക്കൊരു ജീവിതമായി നിങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് ഈ വീടും 18 സെൻറ്റ് വസ്തുവും ഞങ്ങൾ തരുന്നതാണ്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം.